ഹലോ, ഞാൻ ഷീല. വെൽക്കം ടു ബ്ലഷ് ആൻഡ് ബൈറ്റ്സ്. ഇന്ന് നമ്മൾ കുക്കിങ്ങും മേക്കപ്പും അല്ലാതെ ഒരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഊട്ടിയിലേക്കുള്ളൊരു ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. അട്ടപ്പാടി വഴി ഊട്ടിയിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി സീനറീസൊക്കെ വരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് എത്തി. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് അട്ടപ്പാടി വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. ഇതാണ് അട്ടപ്പാടി മല്ലീശ്വരൻ കോവിൽ. ഇവിടുത്തെ ശിവരാത്രി വളരെ ഫേമസ് ആണ് കേട്ടോ. ഇതാണ് ഭവാനിപ്പുഴ. ഇവിടെ കോടമഞ്ഞ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നീങ്ങി പോകണമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇതാണ് അട്ടപ്പാടിയിലെ സെഹിയോൻ ധ്യാന കേന്ദ്രം. നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇവിടേക്കാണ് കേട്ടോ പ്രാർത്ഥനയ്ക്കായിട്ട് എത്താറ്. നമ്മൾ താവളത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ കോയമ്പത്തൂർ എത്തും. ഇപ്പം നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. താവളം കഴിഞ്ഞപ്പോൾ മുതൽ നല്ല മഞ്ഞും നല്ല കോടയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മഞ്ഞ് കാരണം ഫുള്ള് മൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കേരള ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്.
തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ പാസ് നിർബന്ധമാണ് കേട്ടോ. ഇ പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ തമിഴ്നാട് ഇ പാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും ആദ്യം. അതൊന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം നമുക്കൊരു ഫോം അതിൽ വരും. ആ ഫോം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ നോക്കുമ്പോൾ കുറേ ബെൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അതിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കയറി വന്നത്. മുള്ളിയിൽ നിന്ന് ഊട്ടിയിലേക്ക് 43 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. അപ്പോൾ അത് കയറിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ മുതൽ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ പോണ വഴിക്ക് ഒരു കുഞ്ഞ് നല്ല ഭംഗിയുള്ള ചായക്കട കണ്ടു. അപ്പോൾ ഇവിടെ നിർത്തി ചായ കുടിക്കാനായിട്ട്. ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് 6 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഒരു സ്റ്റേഷൻ കണ്ടു. ലവ്ഡൽ എന്നാണ് കേട്ടോ ഈ സ്റ്റേഷൻ്റെ പേര് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കയറി.
അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. ഇനി ഊട്ടിയിലെ കാഴ്ചകൾ നമുക്ക് കുറേശ്ശെയായിട്ട് കാണാം. ആദ്യം ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലേക്കാണ്. ഇവിടെ പാർക്കിംഗ് ഫീ എന്ന് പറയുമ്പോൾ 15 രൂപയാണ് ഒരാൾക്ക്. എൻട്രൻസ് ഫീസ് 40 രൂപ. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ബോട്ട് ഹൗസിലേക്കാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് ബോട്ട് ഹൗസിലേക്ക്. അപ്പോൾ ഞങ്ങൾ ബോട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയില്ല. പുറത്തുനിന്ന് തന്നെ ഞാൻ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ പോണത് ഇനി ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 50 രൂപയാണ് ഫീ. കുട്ടികൾക്കാവുമ്പോൾ 30 രൂപ. പിന്നെ ക്യാമറ എടുത്ത് ചെല്ലണം എന്നുണ്ടെങ്കിൽ 50 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ചെടികൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ചോക്ലേറ്റ് ഫാക്ടറിക്കാണ് കേട്ടോ. ഇവിടെ ടീയും ചോക്ലേറ്റും അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മിഷനിൽ വന്നിട്ട് അറൗണ്ട് 135 ഡിഗ്രിയിലെ ടെമ്പറേച്ചറിൽ റോസ്റ്റിംഗ് ചെയ്യും. റോസ്റ്റിംഗ് ചെയ്ത് സെക്കൻഡ് മിഷനിൽ വന്നിട്ട് ബ്രോക്കണിങ് ആൻഡ് വിൻഡോയിങ് മിഷൻ എന്ന് പറയും. അതിലിട്ട് കഴിഞ്ഞാൽ
ഇതുമാതിരി ഈ നട്ട്സ് മാത്രം മതി. ഈ നട്ട്സ് അടുത്ത് തേർഡ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. ആ പേസ്റ്റ് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഒരു 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് സോളിഡ് ആവും, ഹാർഡ് ആവും. പിന്നെ ഈ പേസ്റ്റിന് ചോക്ലേറ്റ് ലാംഗ്വേജിൽ പറയുന്നത് ഇത് ചോക്കോ മാസ് എന്ന് പറയും. ഇത് അതിന് ശേഷം ഇത് കോഞ്ചിങ് മെഷീൻ എന്ന് പറയും. ഈ കോഞ്ചിങ് മെഷീൻ വന്നിട്ട് 100 kg കപ്പാസിറ്റി, 10 to 12 hours റണ്ണിങ് ടൈമാണ്. അതിനുശേഷം പേസ്റ്റ് ആവും. അത് ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ വന്നിട്ട് 40 kg മിൽക്ക് പൗഡർ, 25 kg ഷുഗർ പൗഡർ, ദെൻ ചോക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവും. വേറെ പ്രിസർവേറ്റീവ്സ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇത് വന്നിട്ട് ചോക്കോ മാസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആണെങ്കിലും ഇതിൽ 35 to 40 kg ചോക്കോ പേസ്റ്റ് ആഡ് ചെയ്യും, 40 kg ഷുഗർ പൗഡർ ആഡ് ചെയ്യും, ദെൻ ഇത് 2 മിൽക്ക് പൗഡറും ചോക്കോ പൗഡറും അത് മിക്സ് ചെയ്ത് പേസ്റ്റ് ആയ ശേഷം ഈ 3 മിഷൻ ഹോൾഡിംഗ് മിഷൻ എന്ന് പറയും. ഹോൾഡിംഗ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെടുക്കുന്ന ഏത് കളറാണ് ഫസ്റ്റ് ഡാർക്ക് ആണെങ്കിൽ ഡാർക്കിൽ ഫില്ല് ചെയ്യും, ബ്രൗൺ ആണെങ്കിൽ ബ്രൗണിൽ ഫില്ല് ചെയ്യും, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഫില്ല് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് ഇതെല്ലാം 100 kg ഈച്ച് കപ്പാസിറ്റി ഉള്ളതാണ്. 45 കഴിക്കുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിയിട്ട് കിടന്ന് പെട്ടെന്ന് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ, സോഫ്റ്റ്നെസ്സും ലിക്വിഡിറ്റിയും ഒക്കെ ഈർപ്പം കിട്ടാനും പെട്ടെന്ന് അരിഞ്ഞു പോകാനും വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു അരമണിക്കൂർ വയ്ക്കും. അരമണിക്കൂർ വെച്ച ശേഷം അതെടുത്ത് ഇത് ഫൈനൽ പ്രോസസ്സിംഗ് നമുക്ക് ഏതുമാതിരി ഷേപ്സ് വേണം, ഏതെങ്കിലും ഷേപ്സ് വേണം, അതേമാതിരി ഷേപ്സ് കിട്ടും. നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടിയൊക്കെ ഇതാണ്. അടുത്തതായിട്ട് ഞങ്ങൾ ദൊഡ്ഡപേട്ട വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ പോകുന്നത്.
ഊട്ടിയിൽ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ നേരെ മേട്ടുപ്പാളയം കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. കാരണം 6 മണിക്ക് ശേഷം ഉള്ളി വഴി കടത്തി വിടില്ല. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളൊരു അടിപൊളി തേയിലത്തോട്ടം കണ്ടു. നല്ലൊരു സീനറി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു. ഇവിടെ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് മേട്ടുപ്പാളയത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. നിറയെ ഫുൾ ലൈറ്റ്സ് ആണ്, ശരിക്കും സ്റ്റാർസിനെ മാതിരി ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.